സ്വന്തം കഴിവുകൾ സമ്പത്താക്കി മാറ്റുന്നവരെ ലോകം മിടുക്കന്മാർ എന്ന് വിളിക്കുന്നു. എന്നാൽ തൻ്റെ കഴിവുകൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ദൈവത്തിനായി ഉപയോഗിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠരായി മാറുന്നത്. സ്നേഹിത, പേരും പ്രശസ്തിയും സമ്പത്തും നേടുന്നതിനു വേണ്ടി സ്വന്തം കഴിവുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ നിത്യതയ്ക്ക് അവകാശികളായി തീരണമെങ്കിൽ നമ്മുടെ കഴിവുകൾ നാം ദൈവത്തിനു വേണ്ടി വിനിയോഗിക്കണം. അന്ന് മതത്തിനു വേണ്ടി തൻ്റെ താലന്തുകൾ പ്രയോജനപ്പെടുത്തിയിരുന്ന കാലത്ത് ശൗൽ പുരോഹിതന്മാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. എന്നാൽ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അവൻ ഉപദ്രവിയും നിഷ്ഠൂരനും കൊലപാതകിയുമായിരുന്നു. പക്ഷേ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം അവൻ ലോകത്തിൻ്റെ ജ്ഞാനം വലിച്ചെറിഞ്ഞു. പിന്നീട് ദൈവത്തിൻ്റെ ദാനമായ തൻ്റെ താലന്തുകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്കായിട്ടാണ് അവൻ വിനിയോഗിച്ചത്. ആകയാൽ ഇന്ന് നമ്മുടെ കഴിവുകളുടെ നല്ലൊരു ഭാഗം ദൈവത്തിനായി വിനിയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എന്തെന്നാൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നല്ലേ വചനം പറയുന്നത്.